സുബഹി മുതൽ ചിരിക്കാൻ തുടങ്ങി ചിരിച്ചിരിച്ചെൻ്റെ ഒതുവരെ മുറിഞ്ഞു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹലോ, നമസ്കാരം. പിന്നെ എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഷീജ ഏത് ജാതിയാണ് എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു മനുഷ്യജാതിയാണ്, എനിക്ക് ജാതി മതമൊന്നുമില്ല. അല്ല, ഷീജ എന്നുള്ളത് മുസ്ലിം പേര്, പിന്നെ ദൂരെയുള്ളവർക്ക് അറിയില്ലല്ലോ മുഹമ്മദ് എന്നൊരു സ്ഥലപ്പേരാണെന്ന്. അപ്പോൾ മുഹമ്മദ് എന്ന് കണ്ടത് കൊണ്ട് കഥ പിടുത്തം കിട്ടിയില്ലേ? ഈ ആലപ്പുഴയുടെ ആണ് ഈ മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. ഈ മണ്ണഞ്ചേരിക്ക് അപ്പുറമാണ് ഈ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ സ്ത്രീ ഷീജ എന്നാണ് അവരുടെ പേര്. ആ പേരിൻ്റെ ഇപ്പം ഷീജ മുഹമ്മ എന്ന് കണ്ടു. മുഹമ്മ, ഷീജ മുഹമ്മ സ്ഥലപ്പേരാണത്. അപ്പോൾ ഈ സംഘി വിചാരിച്ചെന്താ അറിയാം, ഷീജ മുഹമ്മദ് ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ കമൻറ്റ് ബോക്സിലും അല്ലാതെ സ്ഥിരം പോയി അങ്ങ് തെറി പറയും. ആ സ്ത്രീ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവരെ ഉപദ്രവിച്ചിട്ടില്ല, ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മോശം പറഞ്ഞിട്ടില്ല. പക്ഷേ ഷീജ മുഹമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംഘപരിവാറുകാരൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ, എനിക്ക് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുമോ എനിക്ക്? ഷീജ മുഹമ്മ എന്ന പേര് കണ്ടപ്പോഴേക്കും അവനിക്ക് അവരോട് വെറുപ്പായി പോയി. ആ സ്ത്രീ ഇന്ന് വരെ അവനെ ഉപദ്രവിച്ചിട്ടില്ലാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയോട് അവനിക്ക് വിരോധം തോന്നുകയാണ്. എന്താ? ഷീജ മുഹമ്മ എന്ന് കണ്ടപ്പോൾ. ബാക്കി കേട്ടോ. ഞാൻ വിചാരിച്ചു ഷീജ ഒരു മുസ്ലിം ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഷീജയുടെ എല്ലാ പോസ്റ്റിന് താഴെയും ഞാൻ നെഗറ്റീവ് കമന്റ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛന് ബലിയിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പുള്ളിക്കൊരു 70 വയസ്സിനോടടുത്തുണ്ട്. അപ്പം ഞാൻ പറയുവാണ്, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഏത് ആപത്ത് ഘട്ടത്തിലും എന്നെ സഹായിച്ചതും എന്നെ ചേർത്ത് നിർത്തിയതും, കഞ്ഞി വെക്കാതിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് അരിയും അതിൻ്റെ സാധനങ്ങളും കൊണ്ട് തന്ന് എന്നെ ചേർത്ത് പിടിച്ചത് എനിക്ക് ഒരു മുസ്ലിം കുടുംബമാണ്. അതൊക്കെ പിന്നെ നമ്മളൊന്നല്ലേ സഹോദരി? നമുക്കങ്ങനെ ജാതി മതമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. അപ്പം സഹോദരി പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയിലുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയുണ്ട്, ഞങ്ങളുടെയൊക്കെ സ്വന്തം. ആ ചേച്ചിയുടെ വാക്കുകൂടെ കേൾക്കാം ഈ അവസരത്തിൽ. ഓപ്പറേഷൻ നടത്താമെങ്കിൽ ഭയങ്കര പൈസ, ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. അന്നൊന്നും ആരും സഹായിക്കാനില്ല അല്ലേ? സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങളുടെ ഹിന്ദുസ് ഒന്നും ഒരു രൂപ ഞാൻ പറയും അതിൽ കൂടെ ഇസ്ലാത്തിൻ്റെ സഹായം ചെയ്തില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് നോക്കും. അവർ പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി എൻ്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് നേർച്ചപ്പെട്ടിരിക്കുന്ന പൈസ പോലും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് എന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സക്കരിയ ബസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ നഗരവീതിയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് സക്കരിയ ബസാർ. കൂടുതലും മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ജീവിച്ച ഒരു സഹോദരിയുടെ വാക്കാണ് ഈ കേട്ടത്. കമന്റിട്ട് വിദ്വേഷിക്കും ഇതുപോലെ അറിയാവാ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ മറ്റ് നാടുകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് ആലപ്പുഴ നഗരത്തിൽ തിങ്ങിപ്പാർക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വെക്കുന്ന അങ്ങോട്ട് കൊടുക്കും. രാവിലെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ മതിലപ്പുറത്തേക്ക് അവിടെ പ്രായമുള്ള ചേച്ചിമാരുണ്ടെങ്കിൽ ചേച്ചി ഇതാ ചായ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും. അവരിങ്ങോട്ട് ഭക്ഷണം തരും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ആലപ്പുഴക്കാർ. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ, മലപ്പുറമൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ വന്നിട്ട് ഈ ജാതി മതമൊക്കെ പറഞ്ഞ് അവരെ ചീത്ത വിളിച്ച് വേർതിരിച്ച് കാണാൻ തരുത്ത് പറയുന്നവൻ്റെ കീച്ചാപ്പൊക്കെ അവർ വിളിക്കും, ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. കാരണം ഞങ്ങളൊക്കെ ഒരുപോലെ ഇവിടെ ജാതി മതത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർന്ന് പോകുന്ന ആളുകളവിടെ. എല്ലാവർക്കും അവരുടെ വിശ്വാസമുണ്ട്, പരസ്പരം ബഹുമാനിച്ച് പോകുന്നതാണ്, പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും പോകുന്നതാണ്. അവരുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ഈ ജാതി വർത്താനം പറഞ്ഞാൽ അവർ തള്ളക്ക് വിളിച്ചില്ലെങ്കിലുള്ള കാര്യം.